ഞങ്ങളെ സംബന്ധിച്ച് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ വളരെ ദൗർഭാഗ്യകരമായി കാണുകയാണ്. രാവിലെ 7:15 തുടങ്ങിയ പ്രതിഷേധം അർഹിക്കുന്ന ഗൗരവത്തിൽ ഭരണകൂടം എടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ആ കുടുംബത്തിന് 50 ലക്ഷം രൂപ കിട്ടണം, അവർ ചുമതലപ്പെടുത്തുന്ന ഒരാൾക്ക് സ്ഥിര ജോലി കിട്ടണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കണം, കാർഷികേതര ലോണുകൾ ഉൾപ്പെടെ കാർഷിക ലോണുകളും എഴുതി തള്ളണം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേവലം 5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തിങ്കളാഴ്ച കൊടുക്കാൻ സാധിക്കുക. CCFന്റെ വനം വകുപ്പിന്റെ ഫണ്ട് പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം 5 ലക്ഷം കൊടുക്കാമെന്ന ദൈന്യത നിറഞ്ഞ മറുപടിയാണ് വയനാട് ജില്ലാ ഭരണകൂടം ഞങ്ങൾക്ക് ഈ വിഷയം തീർക്കാനുള്ള കഴിവില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന ദൗർഭാഗ്യകരമായ നിമിഷത്തിൽ എന്താണ് പരിഹാരം? ഒരു ബോഡി പോസ്റ്റ്മോർട്ടം പോലും കഴിയാതെ അത് ഞങ്ങളേറെ വേദനിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ആത്മസുഹൃത്താണ്, ഞങ്ങളുടെയൊക്കെ കുടുംബ ബന്ധുവാണ്. ആ ചെറുപ്പക്കാരന്റെ മരണം അതീവ ദുഃഖകരമായി നിൽക്കുമ്പോൾ ബോഡി വെച്ചുകൊണ്ടൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നതിനെ ദൗർഭാഗ്യകരമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയെ, ആർജവമില്ലായ്മയെ അർഹിക്കുന്ന ഗൗരവത്തിൽ പ്രതിരോധിക്കാൻ ഈ സമരത്തിന്റെ രൂപവും ഭാവവും ഗതിവിഗതികളും ഏതർത്ഥത്തിലും മാറ്റാൻ മാനന്തവാടിയിൽ ആകമാനമുള്ള പൊതുസമൂഹം തയ്യാറായി. സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ വരേണ്ടത്, ഇവർക്കും പരിമിതി ഉണ്ടല്ലോ, അത് ഉണ്ടാവുന്നില്ല. തീർച്ചയായും ഇവിടെ MLA-മാരുണ്ട്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരിയിൽ 2014 നടത്തിയതുപോലെ അമെന്റ്മെന്റ് നടത്തിക്കൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ പക്ഷം ചേരണം. അതല്ല എങ്കിൽ പക്ഷം ചേരുന്നത് വരെ ഏതർത്ഥത്തിലും പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. എത്ര സമയം ഇവിടെ നിൽക്കാൻ തന്നെയാണ് സമയവും ആ കുടുംബത്തിന്റെ തീരുമാനം. ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് മറ്റൊരു കാഴ്ചപ്പാടുമില്ല. ഞങ്ങൾക്കുള്ളത് അജിയുടെ കുടുംബം എടുക്കുന്ന തീരുമാനം എന്താണ്. പനിച്ചിയിൽ അജി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബം ഇപ്പോൾ ബോഡി എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ആ ബോഡിക്കൊപ്പം നിൽക്കും. ആ ബോഡി അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യും. നേരെ മറിച്ച് സമരം വ്യാപിപ്പിക്കാൻ ആ കുടുംബം ആഗ്രഹിച്ചാൽ അതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഈ വയനാടിന്റെ മണ്ണിൽ ഞങ്ങൾ ആ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാങ്കേതികമായ കാര്യങ്ങളാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും പതിവ് പല്ലവിയാണ്. നിരന്തരം തിരുനെല്ലി ഉൾപ്പെടെ കുറുക്കൻമുള്ളി ഉൾപ്പെടെയുള്ള വന്യജീവി വിഷയത്തിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ സൂചിപ്പിക്കട്ടെ, ഇത്രയേറെ കഴിവുകെട്ട, ഇത്രയേറെ ദൗർഭാഗ്യകരമായ നിമിഷം ഇന്നേ വരെ വയനാട്ടിലെ ഒരു പൊതുചർച്ചാ വേദിയിൽ ഉണ്ടായിട്ടില്ല എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥ കൂടി ഓർമ്മിപ്പിക്കട്ടെ.